പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ തിളക്കമാർന്ന വിജയം SDPI-യുമായി ഉണ്ടാക്കിയ ധാരണ മൂലമാണെന്ന ആരോപണം പരിഹാസ്യമാണെന്ന നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നടത്തിയ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പറഞ്ഞു. പാലക്കാട് മതേതരമായി ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും SDPI പരസ്യമായിട്ട് രാഹുലിന് വേണ്ടി വിജയാഘോഷം നടത്തുന്നു. അതേപോലെ തന്നെ അവര് പ്രസ് മീറ്റ് വിളിച്ച് ഞങ്ങൾ ഇത്ര വോട്ട് കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ തെറ്റ്? ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ ശരിയാകുന്നതെന്ന് പറയും. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ SDPI-യുടെ വോട്ടില്ലാതെ ഈ വിജയം സാധ്യമല്ല എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ശരിയാകുന്നത്? അങ്ങനെ ആ ഒരു പോയിന്റിനെ ന്യായീകരിക്കാൻ പറയുന്നതിൽ യുക്തി വേണ്ടേ? അതെങ്ങനെയാ ശരിയാകുന്നത്? വർഗീയമായി ചിന്തിക്കുന്ന ആരുടെയും വോട്ട് വേണ്ടെന്ന താനും UDF നേതാക്കളും തുടക്കം തൊട്ടേ തന്നെ പറയുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയം മാറ്റിവെച്ച് നഗരസഭാ ഭരണസമിതിയുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. UDF-ന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച SDPI പ്രകടനം നടത്തിയത് UDF-ന്റെ അറിവോടെയല്ല. ഒരു സ്വതന്ത്ര സംഘടന സ്വന്തം ഇഷ്ടപ്രകാരം പ്രകടനം നടത്തിയാൽ എങ്ങനെയാണ് UDF-ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാവുക? കോൺഗ്രസും SDPI-യും സംയുക്ത പ്രകടനം നടത്തിയെന്ന നുണപ്രചാരണം നടത്താനാണ് CPM-ഉം BJP-യും ശ്രമിച്ചത്. ചില മാധ്യമങ്ങളും അങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന തങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. മതേതരത്വം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പലരും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ജനാധിപത്യത്തെ നമ്മൾ ആളുകൾക്ക് സമ്മർദ്ദവും പ്രതിഫലവും കൊടുത്തിട്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. പക്ഷേ ആ വിഷയങ്ങൾക്കകത്ത് താങ്കളുടെ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ RSS-ന്റെ സർസംഘചാലക് പോലും നിലപാട് തിരുത്തിയാൽ ആദ്യം സംസാരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പം RSS സർസംഘചാലകിന്റെ വിഷയത്തിൽ പോലും ആ നിലപാടാണെങ്കിൽ കൗൺസിലർമാരുടെ വിഷയത്തിൽ അതേ നിലപാട് തന്നെ ആയിരിക്കും. ഇല്ല, അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ, വലിയ കലാപങ്ങളും നടക്കല്ലേ. ഒരുപാട് മനുഷ്യന്മാർ ഇപ്പൊ അവരുടെ നയങ്ങൾ ശരിയല്ല എന്ന തിരിച്ചറിവുണ്ടാകുന്ന കാലമാണ്. ആ തിരിച്ചറിവുമായിട്ട് ബന്ധപ്പെട്ട ആരും എന്തായാലും നമ്മൾ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യും. നേരത്തെ BJP-ക്ക് വോട്ട് ചെയ്തിരുന്നവരും CPM-ന് വോട്ട് ചെയ്തിരുന്നവരും അതിൽ ഉൾപ്പെടുന്നു. വർഗീയ കാർഡ് കളിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാനാണ് LDF-ഉം BJP-യും ശ്രമിച്ചത്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കുന്ന വിധത്തിൽ പത്രപരസ്യം പോലും നൽകി. ജനം അത് തള്ളിക്കളഞ്ഞു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം മൂലം എത്ര വോട്ട് കിട്ടിയെന്ന് വിലയിരുത്തിയതിൽ കാര്യമില്ല. വർഗീയ നിലപാട് തിരുത്തി ഒരാൾ കോൺഗ്രസിൽ ചേർന്നു എന്നതാണ് പ്രധാനം. വർഗീയതയ്ക്കെതിരായിട്ടുള്ള വലിയ നിലപാട്, ആ വർഗീയതയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമല്ല നമുക്ക് ആവശ്യം. ആളുകളുടെ മനസ്സിലെ പ്രത്യയശാസ്ത്ര മാറ്റം കൂടിയാണ് ആ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആളുകളെല്ലാം പഴയ നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പൊ ആ ഒരു വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ്, ആ ഷിഫ്റ്റിലെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുള്ള ഒരാളാണ് ശ്രീ സന്ദീപ് വാര്യർ. പക്ഷെ അറിയപ്പെടുന്ന ഒരാളാണ്. ആ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ ഇപ്പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ചേഞ്ചിന്റെ ഇൻഡിക്കേറ്റർ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നമ്പറിനപ്പുറമുള്ള ഒരു മാൻ ശ്രീ സന്ദീപ് വാര്യരുടെ കടന്നുവരവുകൂടി. RSS സർസംഘചാലക് വർഗീയത ഉപേക്ഷിച്ചു വരികയാണെങ്കിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ വിശാലമാണ് കോൺഗ്രസ് എന്നും രാഹുൽ പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളിലായിരിക്കും ശ്രദ്ധയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അകത്ത് പ്രധാനമായും പോയത് ഒരു പഞ്ചായത്ത് മെമ്പർ മാത്രമാണ്, ഒരു ബ്ലോക്ക് സെക്രട്ടറി മാത്രമാണ്. മറ്റുള്ള രണ്ടുപേർ ഇലക്ഷൻ സമയത്തെ സെൻസേഷനുകളാണ്. അതൊക്കെ ഇലക്ഷൻ സമയമായതുകൊണ്ട് മാത്രം ക്യാരി ചെയ്യപ്പെട്ട വാർത്തകള. മറ്റു രണ്ടുപേരും ഞാനിപ്പോഴും പറയും, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറയുന്നു, 5 വർഷമെങ്കിലുമായി ഒരു പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് അന്ന് ക്യാരി ചെയ്യപ്പെട്ട വാർത്തയിലെ പദവികൾ അവർ ഇരിക്കുന്നുമില്ല. അപ്പൊ 5 വർഷം മുമ്പുള്ള ആളുകൾ, അത് ഞാൻ ചോദിച്ചോട്ടെ, ഇന്നാണ് ആ തരത്തിലുള്ള ഒരാൾ പാർട്ടിയിൽ നിന്ന് പോയതെങ്കിൽ അത് ഫ്ലാഷ് ന്യൂസ് പോയിട്ട് മറ്റേ താഴെ എത്തി കളിക്കുന്നതിന് വരുന്ന ഫ്ലാഷ് റോഡ് പോലും ആവില്ലല്ലോ. ശരിയല്ലേ? അത് ഞാൻ പറഞ്ഞത് അത് നമുക്ക് എല്ലാവർക്കും ഒരു പാടാണ്. നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത്തരം സെൻസേഷനുകൾക്ക് ഒരു പ്രസക്തിയില്ല. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ അത് സ്വാധീനിക്കില്ല. സംസ്ഥാനം ഭരിക്കുന്ന LDF-ഉമായും നഗരസഭ ഭരിക്കുന്ന BJP-യുമായും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നീങ്ങുമെന്ന് നിയുക്ത MLA പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.